മിസ്റ്റർ മെസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ സോയാബീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന സോയാബീൻ വെച്ചുള്ള എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സോയാബീൻ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിനോട് ചേരുവകൾ എന്താണെന്ന് നോക്കാം. സോയാബീൻ 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിഴിഞ്ഞെടുത്തതാണ്. സവോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉരുളൻകിഴങ്ങ്, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുട്ട, കറിവേപ്പില. കുതിർത്ത് വെച്ച് സോയാബീൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ 2 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ഇന്നിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ചീഞ്ചട്ടി ഉപയോഗിച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒഴിച്ച എണ്ണ എല്ലാം ഇത് കുടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വാങ്ങി വയ്ക്കാം. നമുക്ക് ഉരുളൻകിഴങ്ങൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ വീണ്ടും നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കളറൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. സവാള ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി, എരി എങ്ങനെയാണോ അത് കണക്ക് ചേർക്കാം. മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, സോയാബീനും ഉരുളൻകിഴങ്ങ് പൊരിച്ചിട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കറി വറ്റി വരുന്നുണ്ട്, കുറച്ചുകൂടെ വറ്റി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര, അല്പം പഞ്ചസാര ഇട്ടോ, ചെറിയൊരു മധുരത്തിന് വേണമെന്നവർ മാത്രം ചേർത്താൽ മതി. എനിക്ക് ഇച്ചിരി മധുരവും കൂടെ ചേർക്കുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർക്കുവാണ്. അപ്പോൾ നല്ലോണം കറി വറ്റിയിട്ടുണ്ട്, നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോയാബീൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് പൊതുവേ സോയാബീൻ കഴിക്കുന്ന അത്ര ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു, പക്ഷേ ഇതേ കണക്ക് ഉണ്ടാക്കി കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.